റോ ഹോട്ടലിലെ ബാക്കി വിശേഷങ്ങൾ കണ്ടാലോ? കുറച്ച് ലേറ്റ് പോസ്റ്റ് ആണ്, ബട്ട് മെമ്മറീസ് ഡോണ്ട് എക്സ്പയർ എന്നല്ലേ. ദുബായ് മോളിലെ വാട്ടർ ഫൗണ്ടെയിൻ ഒക്കെ കണ്ടതിന് ശേഷം നേരെ റൂമിലെത്തി ഡിന്നർ കഴിച്ച് കിടന്നുറങ്ങി. പുലർച്ചെ 2:45 വ്യൂ ആണ് കേട്ടോ അത്. റോഡിൽ കൂടെ അപ്പോഴും വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദുബായ് പിന്നെ അങ്ങനെയാണല്ലോ, എപ്പോഴും ഓണാണല്ലോ. കുറച്ച് കഴിയുമ്പോഴേക്കും വാഹനങ്ങളുടെ തിരക്ക് ഇങ്ങനെ കൂടി വന്നു കേട്ടോ. രാവിലെ എണീറ്റ് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ സ്വിമ്മിംഗ് പൂളിലേക്കാണ് പോയത്. ഏതെങ്കുട്ടെ ആദ്യത്തെ പൂൾ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. അതും ബുർജ് ഖലീഫ വ്യൂവില്. അവൻ കുറച്ച് ലക്കി ആണെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അവൻ്റെ പാരൻസ് കുറച്ച് അൺലക്കി ആണെങ്കിലും ആദ്യമൊക്കെ കുറച്ച് പേടിച്ചാണ് നിന്നെങ്കിലും പിന്നെ അവൻ്റെ അപ്പ അവൻ്റെ കട്ടയ്ക്ക് കൂടെ നിന്നപ്പോൾ പേടിയൊക്കെ മാറി ഫുൾ എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തണുത്ത് വിറച്ച് ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാനായിട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഏർലി മോർണിംഗ് ഒന്നും അല്ല കേട്ടോ വന്നത്, ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പൂൾ സൈഡിലേക്ക് എത്തിയപ്പോൾ. ലൈഫിൽ ഇങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ടാവുക പറയുന്നത് ചെറിയ കാര്യമല്ല അല്ലേ. പിന്നെ ഞങ്ങൾ പൊതുവേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലാണെങ്കിലും ഒത്തിരി സന്തോഷം കണ്ടെത്തുന്ന ടീംസാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഞങ്ങൾക്ക് വലിയ കാര്യങ്ങൾ തന്നെയായിരുന്നു. എല്ലാ ജോലി തിരക്കുകളും മാറ്റി വെച്ച് സ്ട്രെസ് ഫ്രീ ആയിട്ട് ഞങ്ങളുടെ മോന് വേണ്ടി കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് മൊമെൻറ്റ്സ് ആയിട്ട് ഞങ്ങൾക്കിത് ഫീൽ ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുമ്പോൾ ഒരു പരാതി പോലും പറയാതെ മണിക്കൂറുകളോളം ബേബി സിറ്റിങ്ങിൽ ഞങ്ങൾക്കായി കാത്തിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞു മോനാണ് ഏതൻകുട്ടൻ. അവൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നത് കണ്ടപ്പോൾ പാരൻസായി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. വലുതാവുമ്പോൾ അവൻ്റെ കുട്ടിക്കാല ഓർമ്മകളിൽ ഈ ഒരു ദിവസത്തെ ഒരു കുഞ്ഞു ഓർമ്മയെങ്കിലും ഉണ്ടാവണം എന്നുള്ളത് ഞാൻ ശരിക്കും ആഗ്രഹിച്ചിരുന്നു. ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് പോയി. നമ്മൾ ഹോട്ടലിൽ നിൽക്കുമ്പോഴുള്ള എല്ലാ ഫുഡും നമ്മൾ നൂണിലാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് എക്സ്പെൻസ് താങ്ങുമില്ലായിരുന്നു. ഒരു കോഫിയൊക്കെ കുടിച്ച് കുറേ സമയം പിന്നെ അവിടെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ചെക്കൗട്ടിൻ്റെ സമയമാവും തോറും കുറച്ച് വിഷമം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഏറ്റവും നന്നായി തന്നെ സ്പെൻഡ് ചെയ്ത സാറ്റിസ്ഫാക്ഷനിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ടാറ്റ പറയുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.